നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്യാബേജിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ക്യാബേജ് വെച്ച് നമ്മൾ തോരനും അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ക്യാബേജ് വട ഉണ്ടാക്കുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കറിയായിട്ടാണ്. ഈ കറി എന്ന് പറയുമ്പോൾ നമുക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും അതുപോലെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. ഇതിനായിട്ട് നമ്മളൊരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്ക് ഇനി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ക്യാബേജ് ആണ്. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 200 ഗ്രാമോളം വരും. അപ്പോൾ അത് എടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ അരിഞ്ഞു വെച്ച ക്യാബേജ് കൂടെ നമുക്ക് പരിപ്പിൻ്റെ കൂടെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. നന്നായിട്ട് ക്യാബേജ് അടിയണമെന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ വരുന്നവരെ കാത്തു നിൽക്കാം. പിന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം 2 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാളയാണ്. അത് ചെറിയ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ഒരു തക്കാളി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും അതുപോലെ തന്നെ ക്യാബേജും. അപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ 2 പച്ചമുളകും ചേർത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവി എത്രയാണോ അതിൻ്റെ ഒരു തിക്നെസ് എത്രയാണെന്ന് നോക്കിയിട്ട് അത്ര അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് വരണ്ട. അറിയാലോ, കറി ഒരുപാട് തേങ്ങ ചേർക്കുന്ന കറി ഒരുപാട് അങ്ങ് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. അപ്പോൾ ഒന്ന് തിള വന്നാൽ മതി. ഈ സമയത്ത് ഉപ്പോ മറ്റോ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാബേജും അതുപോലെ തന്നെ പരിപ്പും വെച്ച് ചെയ്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ കറി എന്ന് തന്നെ പറയാം. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്യാബേജ് വാങ്ങിയിട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ കറിയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.